$2000 താറാവ് ഉണ്ടാവുന്ന പോലെ സംഭവം ഉണ്ടാവും കേട്ടോ. ഇത് മാത്രമല്ല, അവിടെ വേറെ ഞങ്ങൾ ഇത് തള്ളാൻ പോവാണ് കേട്ടോ. ഞാനും സനും കൂടി തള്ളാൻ പോണ്. തള്ളിയിട്ട് വണ്ടി സ്പീഡ് കൂടുമോ നോക്ക്. നല്ല കരിമീൻ പൊള്ളിച്ചത്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും AGR ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നും ഞാനിങ്ങനെ പോയിട്ട് വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞ് നിങ്ങൾ ഓരോ പേരും പറഞ്ഞ് ഇങ്ങനെ കഴിച്ചിലാവാണ്, ഞങ്ങളും കൂടി ടൂറിലേക്ക് കൊണ്ടുപോകണം. മറ്റേ നമ്മളെപ്പോഴും പോയിരുന്നതാണ്. ഇപ്പം എന്താ പറയുക, കൊറോണ ആയതിനു ശേഷം പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടില്ല ഫാമിലിനായിട്ട്. ഒരുപോലെ നിങ്ങളിങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾ സുഖമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, ഇടുന്നുണ്ട്, വേറെ പല ബിസിനസ്സിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, ഞങ്ങളെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അവരെ വാശിക്ക് മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കുന്നതാണ് ബുദ്ധി. ഓക്കെ, ഇവിടെ ബലം പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പലയിടത്തും വാശിയും പിടിവാശൊക്കെ ഉണ്ട്, ബലം പിടിക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ അവിടെ വിജയം. പക്ഷെ ഇവിടെ തോൽവിയാണ് നമ്മളെ വിജയം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇപ്പോൾ സുബഹ് നിസ്കാരം കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ആലപ്പുഴയ്ക്ക് ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോട്ട് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞ 4-5 ദിവസം മുന്നെയാണ് ഇങ്ങോട്ട് ഇപ്പുറത്ത് ബുക്ക് ചെയ്തത്. അപ്പോൾ അത് പിന്നെ ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചുഴലിക്കാറ്റ് കാരണം അത് ക്യാൻസലാക്കിയത്. ബോട്ടില്ല, പിന്നെ സർവീസുകൾ കളക്ടർ നിർത്തലാക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഗഫൂർ ഭായ് ഉണ്ട്, കളക്ടർ ഓർഡർ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് വീണ്ടും സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ ഞങ്ങൾ വരാം. അങ്ങനെ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, ഇന്നിപ്പോൾ ഇതാ പുറപ്പെടുകയായി. 11:30 മണി ആകുമ്പോഴത്തേനും അവിടെ എത്തണം. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മളെ ബ്ലോഗ് ഫാമിലി ട്രിപ്പ്. ഓക്കെ, സോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ ബട്ടൺസിൽ അമർത്താതെ പോകരുത്. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക, അടിപൊളി വീഡിയോ ആയിരിക്കും. ഓക്കെ, മുഴുവനായിട്ട് കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ക്ലിക്ക്. ഓക്കെ, എന്നിട്ട് എൻ്റെ ഗായ്സിനോട് എന്താ പറയുള്ളത്? എനിക്ക് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിരുന്നു എൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഓക്കെ, സോ നമുക്ക് ഇനി യാത്രയിലെ വിശേഷങ്ങൾ കാണാം. ഞങ്ങളിപ്പോൾ കൊൽമംഗലം കഴിഞ്ഞു, നമ്മളെ ബാപ്പടി അമ്പ് അതിങ്ങനെ പാസ് ചെയ്തത് പോയിക്കൊണ്ടിരിക്കുന്നു. നേരം വെളിച്ചം വെച്ച് വരുന്നുള്ളൂ. ഓക്കെ, വളാഞ്ചേരി ടൗണാണ് ഇപ്പോൾ ഈ കാണുന്നത്. നേരം വെളിച്ചം വെച്ച് വരുന്നുള്ളൂ. വാഹനത്തിൽ തിരക്കൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറ്റിപ്പുറം പാലം. ഓക്കെ, കുറച്ച് ട്രാഫിക് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്കത് പാസ് ചെയ്ത് പോയി. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നേരം വിളിക്കുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, എല്ലാവരും ഇങ്ങനെ സൈലൻ്റിൽ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചങ്ങരകുളം കഴിഞ്ഞിട്ട് തൃശ്ശൂർ റൂട്ടിൽ പാസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ അങ്ങനെ ഏകദേശം തൃശ്ശൂർ എത്തി. തൃശ്ശൂർ ടൗണാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇനി ഞങ്ങൾക്ക് അടുത്ത ലക്ഷ്യം തൃശ്ശൂർ പാസ് ചെയ്താൽ ബ്രേക്ക്ഫാസ്റ്റാണ്. ഓക്കെ, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തി. ശരവര ഭവനിലുള്ളത്. ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മസാല ദോശയും ഫ്രൈ റോസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഇവർക്ക് എല്ലാവർക്കും സാധനം കിട്ടി, എല്ലാവർക്കും കിട്ടി, എനിക്കൊന്നും തന്നില്ല. ഇത് വീഡിയോ എടുക്കുന്ന ആൾ പട്ടിണി കിടക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ യാത്ര നല്ല സന്തോഷകരമായിട്ട് അത് വീണ്ടും തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ടിപ്സ് തരാം. ഞാൻ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിൽ കഴിച്ചത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആർക്കാണ് കൂടുതൽ 6 സെൻത്ത് നമുക്ക് നോക്കാമല്ലോ. ഞാൻ കഴിച്ചത് എന്താണെന്നല്ല വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണ് കഴിച്ചിട്ടുണ്ടാകുക എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആരെ കമൻറ്റാണ് ശരിയാവുക നോക്കുക. നമുക്ക് വെറുതെ ഒരു പരീക്ഷണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ചാലക്കുടി എത്തി. സരവണ ഭവനിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സരവണ ഭവൻ. ഇന്നിപ്പോൾ ഫാമിലി ട്രിപ്പാണ്. എന്നും ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിട്ട് കൂട്ടുകാരെ കൂടെ പോയിട്ട് ഇവരെ കൊണ്ട് ഇങ്ങനെ ഗിറി കേൾക്കാൻ വയ്യ. അപ്പോൾ അവരെയും കൂട്ടി ആലപ്പുഴയിലേക്കാണ്. ബോട്ടുണ്ട്, ഹൗസ് ബോട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സിഗ്നൽ കിട്ടും.
മാസ്ക് വണ്ടിന്റെ ഉള്ളിൽ ഇപ്പൊ നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മളെ വണ്ടിന്റെ ഉള്ളിൽ AC ഗ്ലാസ് ഒക്കെ കയറ്റിട്ടാകുമ്പോൾ മാസ്ക് നിർബന്ധമൊന്നുമില്ല. സനു മാസ്ക് നിർബന്ധം ഉണ്ടോ? മാസ്ക് മാസ്ക് നിർബന്ധമുള്ളവർ മാസ്ക് ഉപയോഗിക്കാം. മാസ്ക് നിർബന്ധമില്ലാത്തവർക്ക് മാസ്ക് വേണ്ട. എന്നെ സംബന്ധിച്ച് മാസ്ക് വേണ്ട. ഇവിടെയും കൂടി കുറച്ച് മുടി വന്നിക്കുകയാണെങ്കിൽ ഇപ്പൊ മൊത്തം മാസ്ക് ആണെന്ന് വിചാരിച്ചോളൂ അല്ലേ. റയാന് എന്താ പറയാനുള്ള ഈ ടൂറിനെ കുറിച്ച് എന്താണ് 2 വാക്ക് താങ്കൾക്ക് പറയാനുള്ളത്? പറഞ്ഞോളൂ. ടൂറ് പോവാണ്, അത് ഞങ്ങൾക്ക് മനസ്സിലായി. ടൂറിനെ കുറിച്ച് 2 വാക്ക്. എന്താണ് 2 വാക്ക് ഒന്ന് പറയൂ. എങ്ങനെ ഇല്ല 2 വാക്കില്ലേ? എന്താണ് ചൂണ്ടലെടുത്തോ? ചൂണ്ടൽ അവിടെ ഉണ്ടാവുമല്ലോ. ചൂണ്ടലുണ്ടാവുമല്ലേ? ഞങ്ങള് ചൂണ്ടൽ എടുത്തിട്ടില്ല, ഏര എടുത്തിട്ടില്ല, അതൊക്കെ മറന്നു കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഞങ്ങളിപ്പോ പായത്തേക്ക് വല്ല ആയപ്പോഴാണ് ഇതൊക്കെ ഓർക്കണത്. ഇനി ചൂണ്ടലിൽ എടുക്കാത്ത കാര്യം എന്താ പറയാ? ചൂണ്ടലെടുക്കാരുന്നത് അയ്യോ ഇത് ഞാൻ എടുക്കുമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ നിങ്ങളോടല്ലേ പറഞ്ഞത്, ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞ നിങ്ങളോടൊക്കെ അല്ലേ. ചൂണ്ടല് ഏര ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നില്ല. നമുക്ക് ചൂണ്ടലിടണ്ടേ? ആ ലഞ്ച് ബ്രേക്ക് ടൈമിൽ നമുക്ക് ചൂണ്ടലിടായിരുന്നില്ലേ? എങ്ങനെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് മീൻ തീറ്റ മേടിക്കല്ലേ? ഏത് മീനാ? എന്റെ അവിടെ അക്കോരത്തിലെ മീനിനെ പിന്നെ അല്ല നമ്മളെ വണ്ടി തീരെ സ്പീഡും ഇല്ല. എനിക്ക് തോന്നുന്നു ഡീസലോ മൈലേജോ ഒക്കെ കുറഞ്ഞിട്ടേക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് തള്ളാൻ പോവാണ് കേട്ടോ. ഞാനും സനും കൂടിയും തള്ളാൻ പോണ്. തള്ളിയിട്ട് വണ്ടി സ്പീഡ് കൂടുമോ നോക്കാം. ഞാൻ തള്ളാണ്ടാ അത്ര ഓനെ കൊണ്ട് അത്ര എത്ര തള്ളാൻ വയ്ക്കും? ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വണ്ടി എടുത്തിട്ട്. അല്ല റയാന് 4ാം ക്ലാസ് ഇപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വണ്ടി എടുത്തിട്ട് പോയി കണ്ടു കഴിഞ്ഞപ്പോ കൊളാവും. റയാനെ എങ്ങനെ തള്ളാം? അച്ഛനെ ഉറങ്ങി കിടക്കുമ്പോ റയാനെ ലേസിട്ട് തള്ളാൻ പറ്റും എനിക്ക് കുറച്ച്. ലേസിട്ട് തള്ളിയ വണ്ടി ഒന്ന് സ്പീഡ് കൂടാണ്. വണ്ടി വളരെ സ്ലോയിലാ പോണത്. നോർമലി ഒരു 100-160 പോകാറ്. അല്ല നോർമൽ തന്നെ ഞാന് പിന്നെ ഹൈവേക്കുണ്ട് കയറി കഴിഞ്ഞാല് എക്സെറ്റർ മുകളിൽ കട്ട വെച്ചിട്ട് കാല് നേരെ മുകളിൽ വെക്കലാണ്. നമ്മള് വണ്ടിന്റെ നമ്മള് പണ്ട് മുതലേ അങ്ങനെയാണ്. അല്ല നമ്മുടെ ഹെലികോപ്റ്റർ അവിടെ റെഡി ആയിട്ടില്ല. മുത്തുമുള ഒരു ചെറിയൊരു തള്ളിന്റെ പോരായിരുന്നു. ഒന്നും കൂടി പുഷ് ചെയ്ത് അതൊന്ന് സ്പീഡ് കൂടും. ഹെലികോപ്റ്റർ അവിടെ റെഡി ആയിട്ടില്ലേ? ഹെലികോപ്റ്റർ നമ്മളവിടെ അല്ല ഹെലികോപ്റ്റർ ഇപ്പൊ നമ്മളെ മേലെ കൂടെ പാരിക്കൊണ്ടിരിക്കണ്ട. ഹെലിപാഡ് കിട്ടത് എവിടെ ഇറക്കാൻ എവിടെയെങ്കിലും ഒരു സ്പേസ് വേണ്ടേ? അതില്ലാത്തോണ്ടാണ് നമ്മള് അത് അവോയ്ഡ് ചെയ്യുന്നത്. ഡയാനെ കുറച്ച് എന്റെ വക ഒന്ന് തള്ളിക്കണം. വണ്ടി ഇങ്ങനെ മൂവ് ആവണേ. തള്ളു അങ്ങനെയല്ല. ഷനുന്ന് വിളിക്കില്ല, ഷനുട്ടാന്ന് വിളിക്കാം. ഞാൻ ബോബിക്കുട്ടൻ. അതെ തികച്ചു വിളിക്കൂലല്ലോ. ആ ഷാസീന്റെ ഇപ്പുറത്തെന്തെങ്കിലും കൂട്ടും. ഇപ്പുറത്തെ കൂട്ടല് ഷനുക്കുട്ടാന്ന് വിളിക്കും. ഞാൻ ബോബിക്കുട്ടാന്ന് വിളിക്കും. അല്ല ഇപ്പുറത്തെ കൂട്ടല് ഇപ്പുറത്തെ കൂട്ടല് തള്ളു കെട്ടിട്ട് പോലീസ് നിക്കണ്ട കേട്ടോ. ഇത് പയ്യെ തള്ളു കേട്ടോ. വെറുതെ എന്റെ തള്ളുകൊണ്ടാണ് മറ്റേ ചുഴലിക്കാറ്റ് മാറിപ്പോയത്. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ എറണാകുളം വഴി ഇങ്ങനെ വരികയായിരുന്നു. അത് പോയിപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോബിക്കുട്ടന്റെ വീട്ടിൽ കയറിയിട്ട് പോകാം. അല്ല മനസ്സിലായി. അവിടെ കാറ് കണ്ടോ? കാറ് കാണോ? അല്ല എന്റെ റോള് ഞാൻ പറഞ്ഞിട്ട് 25 കിലോമീറ്റർ വരെ ഓടും. അല്ല ഇതിപ്പോ നമ്മള് ശരിക്കും തള്ളലിന്റെ മെയിൻ പവർ അടുപ്പേ വണ്ടി ഓടിക്കൊണ്ടിരിക്കണത്. തള്ളന്റെ മുകളിൽ വണ്ടി സ്പീഡ് കൂടി വരുന്നുണ്ട്. അതാ തള്ളിക്കൊണ്ടുപോകണം അല്ലേ റയാനെ? മുത്തുമോളെ എന്റെ വക ചെറിയൊരു തള്ളു കൊടുത്താൽ ഒന്ന് വണ്ടി മൂവ് ചെയ്യാനാണ്. ഞങ്ങളിപ്പോ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി എത്തി. ഒരു വായിച്ചത് കേട്ടോ, ആകാശത്തോട്ടുള്ള വഴിന്ന്. അങ്ങനെ ഇരിക്കണോ? അതെവിടെ ഇരിക്കണേ? അകത്തോട്ടുള്ള വഴിക്ക് ആകാശത്തോട്ടുള്ള വഴിന്നാ വായിച്ചത്.
മാത്രം പാർക്ക് ചെയ്യൂല. ഇത് പിന്നെ ഞങ്ങൾ പിന്നെ സെൻസർ കൊടുത്തിട്ട് കുറെ കട്ടിങ് വരും ട്ടോ. ഇത് സെൻസറിലേക്ക് കൊടുക്കേണ്ടി വരും. ഇത് കുറെ കട്ട് ചെയ്യണം. അവിടെ പിപ്പി പിപ്പി കൊടുക്കാം. മൂത്രം പാർക്ക് ചെയ്യുക. റബ്ബർ വായിച്ചത് മൂത്രം മാത്രം പാർക്ക് ചെയ്യുക. അല്ല, ഇവിടെ മാത്രം പാർക്ക് ചെയ്യുക എന്നുള്ളതും പറയണ, ഇവിടെ മൂത്രം പാർക്ക് ചെയ്യുക. എന്തമ്മ അങ്ങനെ എഴുതിയിരിക്കണത്? മൂത്രം പാർക്ക് ചെയ്യാൻ അതങ്ങനല്ല. അന്ന് നമ്മള് റയാനേറ്റ് കൊടുക്കോ യാറം വിടാൻ എന്തിനാ പോവായിരുന്നു? പുത്തമ്പള്ളിക്ക് പോകുമ്പോ അപ്പൊ എല്ലാവർക്കും മൂത്രമൊക്കെ മുട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പിന്നെ മാത്രം പാർക്ക് ചെയ്യുമെന്ന് കാണുന്നുണ്ട്. അപ്പൊ ഞാനത് വായിച്ച് ചെറുതായിട്ട് മിസ്റ്റേക്ക് പറ്റി. മൂത്രം പാർക്ക് ചെയ്യുക എല്ലാരോടും. അല്ല ഗഫൂർ ഭായി, നിങ്ങള് തള്ളില്ലേ? ഞാൻ തള്ളില്ല. ഇത് ഞാൻ കൂടി തള്ളി കഴിഞ്ഞാൽ വണ്ടി ഇപ്പൊ പുന്നര പോവും. ഞാൻ നിർത്തി. ഞാൻ രാജിവെച്ചു. കാരണം ഞാൻ വിചാരിച്ച ഏറ്റവും വലിയ തള്ളേരം ഞാനാണെന്നാണ്. ഇവിടെ ഇപ്പൊ തള്ളു കേട്ട് നോക്കുമ്പോ നമ്മളൊന്നും ഒന്നുമല്ല. നമ്മള് ശിശു. നിങ്ങളെ പണ്ട് ഡോണായ കഥകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ തന്നെ മറ്റേ അല്ല ഹാജി മസ്താന്റെ കൂടെ കയ്യേന്നു. നമുക്ക് കൂലി എന്ന് പറഞ്ഞിട്ട് ഒരു തോക്ക് തരും 1000 റുപ്യ കൂലി. ആൾക്കാരും ഒരു 6 ആൾക്കാരും തോക്കും 1000 രൂപ. അതാണ് പണിയൊന്നുമില്ല. വെറുതെ ഇറങ്ങി ടിഷു 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 വണ്ടി നോക്കില്ല. വെറുതെ കരുതിട്ടേ ഒന്ന് വെടിച്ച് വിളിച്ചാൽ മതി തന്നെ. അന്ന് പബ്ജി ഇല്ലാത്തോണ്ടായിരിക്കല്ലേ? അന്ന് പബ്ജി ഇല്ല. അങ്ങനെ നമ്മള് ചെയ്തിരുന്ന പരിപാടികളാണ് ഇപ്പൊ പബ്ജി ആയിട്ട് ഇങ്ങനെ കുട്ടികൾ കളിക്കൊണ്ടിരിക്കണതേ. അപ്പൊ ഞങ്ങളിതാ എത്തി തുടങ്ങി. രമ്യ, മുത്തുമോള, രചന എവിടെ എത്തി? ആലപ്പുഴയിലെത്തിയോ? റംഷാദ് എത്തിയോ? നമ്മളെ തെലങ്കാന സ്റ്റേറ്റിന്റെ വണ്ടി ഉണ്ടല്ലോ. തെലങ്കാന സ്റ്റേറ്റില് വണ്ടികൾ നോക്കണ്ടോ? വണ്ടി ഇപ്പൊ പല DL-ഉം MH-ഉം ഒക്കെ ഉണ്ടാവും. ഞങ്ങളിതാ റയാൻ എവിടെ എത്തി? അർത്തുങ്കൽ. എവിടെ എത്തിയടാ? അർത്തുങ്കൽ എത്തില്ലേ? അർത്തുങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിന്നാണ് റയാനാണ് ഇപ്പൊ പറഞ്ഞത്. എന്താണ് ക്യാമറ ഒക്കെ നോക്കടാ. കുടുകുടുവാണ് കുടുകുടു. സിഗ്നൽ ഓപ്പൺ ആണ്. അപ്പൊ ഞങ്ങള് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോട്ടിൽ കയറുകയാണ്. ഓക്കെ. അല്ല, ബോട്ട് ഇതുപോലെയാണോ അതോ തള്ളി തന്നെ ബോട്ട് കൊണ്ടുവരുമോ? തള്ളി ഏകദേശം ഇവിടേക്ക് എത്തി. ബോട്ട് എങ്ങനെയാണ് തള്ളിയിട്ടാ കൊണ്ടുവരുന്നത് മുത്തുമോള? ഞാനാണ് ബോട്ട് ഓടിക്കാൻ പോകുന്നത്. ഡ്രൈവർ വേണ്ടെന്നറിയാലേ. ബോട്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ പറയാം ഞങ്ങൾക്ക് പിന്നെ ഡ്രൈവർ വേണ്ട, പിന്നെ ആ ഒരു കുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാല്ലോ. എന്താ വെച്ചാൽ ഞങ്ങള് ഇരുന്ന് തള്ളിക്കോളാം. അത് തള്ളുമ്പോ തന്നെ ബോട്ട് ഓട്ടോമാറ്റിക് ഫ്ലൈറ്റ് പോകുമ്പോൾ പുട്ട കഴിച്ച് അല്ല തള്ളാനോ? അല്ല, പുട്ട് കഴിച്ചോണ്ട് അങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അല്ല തള്ളു വരാൻ കിടക്കണുള്ളൂ. തള്ള വായിക്കില്ല. തള്ളല്ല മക്കളെ കേട്ടോളി. തള്ളല്ല മക്കളെ കേട്ടോളി. അപ്പൊ ഞങ്ങളിതാ എത്തിയിട്ടില്ല. ഒക്കെ പിന്നെ പറയണേ. ഇത് പറഞ്ഞു എവിടെ എത്തി? ഫിനിഷിംഗ് പോയിന്റ് ഒക്കെ വരല്ലേ? എത്തിയെന്നറിയ ഫിനിഷിംഗ് പോയിന്റ് എത്തി. ഞങ്ങളിതാ ഫിനിഷിംഗ് പോയിന്റിലുണ്ട്. കാർ പാർക്കിംഗ് ഉണ്ടാവും. അവിടെ കാർ പാർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കൃട്ട 3232 വൈറ്റ് കളറ്. ഇതിൽ കയറാം നമുക്ക്. കാർ പാർക്കിംഗ് കയറി അതിൽ കയറി അത് അവിടുന്ന് ഇത് മേടിച്ചു. ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ നല്ല പാർക്കിംഗ്, കാർ പാർക്കിംഗ് ബുക്ക് ചെയ്താ. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ ജട്ടിയിലെത്തി, ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഓക്കെ. വണ്ടി ഇവിടെ അൾട്ട് ചെയ്ത് ഫുള്ള് ബോട്ടുകളാണ്. നമ്മൾ ആളെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ. ഞാൻ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ? തയ്യാൻ പോണ തിരുവണ്ടി. അല്ല, ഇത് ഇങ്ങനെ പുന്നമക്കാലിക്കല്ലേ ഈ പോവാണത്? ഇപ്പം ഇങ്ങനെ വന്നത്. നമ്മൾ അന്ന് നിർത്തിയത് ആ സൈഡിലാണ്. അതാണ് അത്ര റഷ് പോലെ ഉണ്ടായിരുന്നത്.
അതൊരു സിറ്റി പോലത്തെ സ്ഥലത്ത് നമ്മൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത്. ആ റോഡൊക്കെ ഉള്ള സ്ഥലത്ത് ഞങ്ങൾ നിർത്തിയത്. ചൂണ്ട വേണേ നമുക്ക് കേട്ടോ, ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ചൂണ്ട ഇടണേ. ആ നമുക്ക് അങ്ങനത്തെ ഏരിയക്ക് പോവാം. മുളക് പോയേക്കാം തൂണ. നമ്മൾ സൺറൂഫിലാണല്ലേ, ഞങ്ങളിപ്പോ സൺറൂഫിലാണ്. സനുവോ മൊത്തം UDFിൻ്റെ ഒക്കെ ഇലക്ഷൻ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്ന സൗണ്ടൊക്കെ അങ്ങനെ ഇലക്ഷൻ പ്രചരണങ്ങളാണ്. അടിപൊളി. ഇത് എത്ര ഉണ്ടാവും? അത്രയൊക്കെ ഉണ്ടല്ലേ? 12,000 താറാവ് ഉണ്ടാവുന്ന പോലെ സംഭവം ഉണ്ടാവും കേട്ടോ. ഇത് മാത്രമല്ല, അത് അവിടെ വേറെ ഒരു കൂട്ടത്തെ ഫ്രണ്ടിൽ നിന്ന് വരുന്നു. റയാന അങ്ങോട്ട് പോലെ, റയാനോട് പോലെ, റയാന നോക്കട്ടെ. രചന ഇതാ താറാവുകളുണ്ടോ? താറാവുകൾ ഇനി ഒരു കൂട്ടം അല്ല, അതും അയാൾ തന്നെ. ആ ഒരു ടീം തന്നെ അല്ലേ? എന്താ ഇവിടെ കണ്ട താറാവുകൾ ഈ സവാരിഗിരിഗിരി ഒരു കൂട്ടം താറാവ് നമ്മളെ മുന്നിൽ കൂടെ പോകണം. ആ ഒരു കൂട്ടം താറാവ് അത് അങ്ങനെ വരണം. കണ്ട, നമ്മൾ ബോട്ടിൽ ഇങ്ങനെ പോകുന്നു, താറാവുകൾ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ താറാവിൻ്റെ മുതലാളി അതാ, ആ 5 താറാവിൻ്റെ മുതലാളി ഉണ്ട്. 12,000 താറാവുണ്ട്. സംഭവമുണ്ട്. ഇപ്പം ഇവിടെ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു 10-20 കാണാമല്ലോ. അപ്പം ഇങ്ങനെയാണ് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഇത് ഉണ്ട്. ആ വരുന്ന ഒരു സംഖ്യ, ഈ വരുന്ന സ്റ്റൈൽ നോക്കാം. വരിക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തു. അവർ യൂട്ടേൺ അടിച്ചു. ജോയിൻ ചെയ്തെടുത്ത് അവർ ശരിക്കും യൂട്ടേൺ ജോയിൻ ചെയ്യുന്നിടത്ത് യൂട്ടേൺ അടിക്കുന്നുണ്ട് അവർ. അയ്യവാ വേണ്ട ഒരു സംഖ്യയുടെ താറാവ് കേട്ടോ. അപ്പോൾ നമുക്കത് അടിപൊളിയായിട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ചേച്ചിമാർ തൊഴിലുറപ്പിന് പോകണം. ഇപ്പൊ നോക്കി ആ അളക് നോക്കി. ആ ബോട്ട് പോയപ്പോൾ ഒരു അളക്കം. ആ ബോട്ട് പോയപ്പോൾ മൊത്തത്തിൽ താറാവ് ഇങ്ങനെ കടലിന്റെ ഒരു ഓളം ഉണ്ടാവില്ല, ഓളത്തിന് ഇങ്ങനെ അളകുന്നുണ്ട്. ആ വിട്ടോ വീഡിയോ കിട്ടി വിട്ടോ. സമഗ്രമായ അവാർഡുകൾ ഏറ്റുവാങ്ങുന്ന സംസ്ഥാനവും നമ്മുടെ ഈ അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ. ലോകത്തിലെന്ന് പറയണോ? കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ കേട്ടോ. വേമ്പനാട് നമ്മൾ കോച്ചിങ് ചെയ്ത് തരുന്നത്. ഇവിടെ വന്നിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഓടിക്കാം, ഒറ്റക്കിടാൻ പറ്റില്ല. ഇത് നീങ്ങുന്നുണ്ട് കേട്ടോ. അതും കൂടെ റെക്കോർഡിങ്ങിന് വരണ്ടോ? അപ്പൊ ചായന് പോകുമ്പോ വെള്ളം ഇങ്ങനെ അങ്ങനെ കൊണ്ട് നമ്മളെ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈഡങ്ങളായിട്ട് ക്യാമ്പ് ഇങ്ങോട്ട് ആ കാണാൻ പോട്ടതാ. അതിനെ നമുക്ക് പിടിക്കണം. അങ്ങോട്ടേക്കാണ് സ്പീഡ് പോട്ടെ. 2 കൈയിട്ട് ഇങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുക. പിന്നെ വീഡിയോ ഇട്ടില്ലേ ഫ്രണ്ട് ക്യാമറ. ആ
ആ സൗണ്ട് അതിൽ ഇങ്ങനെ ഉണ്ടാവും. അതേപോലെ ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതില്ലേ അല്ല എങ്ങനെയുണ്ട് റഹ്മാനെ? വീഡിയോയില് ഇതില്ലേ നമ്മുടെ കമ്പനി മഴ ചാറുണ്ട് അല്ലേ? മഴ തുള്ളിയിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് പോയിട്ട് തിരിച്ചു കോട്ടയം കുറച്ചങ്ങോട്ട് പോയിട്ട് 2 മണിയാകുമ്പോൾ ഫുഡ് മതി. ആ സമയം ആ നേരത്തേക്ക് നമുക്ക് ആ പറഞ്ഞിട്ടുണ്ട്. വഞ്ചി അവിടെ വെക്കാം. നമുക്ക് വഞ്ചിയിൽ കുറച്ച് വീട്ടിൽ അവന്റെ പേര് റയാൻ. മഴ തുള്ളിയിട്ടുണ്ട്. മുഹമ്മദ് റയാൻ. റയാൻ. കാർ ഓടിക്കത്തില്ല. അല്ല അങ്ങോട്ടല്ലേ അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് ഇവിടൊക്കെ ഇവിടുന്ന് എടുക്കുമ്പോ ശരിക്കും ഓടുന്നത് അറിയുന്നുണ്ട്. ഇവിടുന്ന് അറിയണ്ട്. അടുത്ത ആള് കയറി എന്നാൽ അങ്ങോട്ട് മാറിയ ഇനി ചെറിയ ഇടുങ്ങിയ സ്ഥലമാണ്. എല്ലാരും പറയുന്നു നിന്നെ അങ്ങോട്ടാ പോണത്. ആപ്പിട്ട കിട്ടൂല. തിരിക്കടി ആ വണ്ടിക്ക് നേരെ പോട്ടതാ. റൂട്ട് കറക്റ്റ് ആണോ? ആ മാപ്പിലാണോ? ഗൂഗിൾ മാപ്പിലാണോ? ഗൂഗിൾ മാപ്പ് ഇവിടെ കിട്ടൂല. എങ്ങനെ സ്പീഡ് കൂട്ടുക? സ്പീഡ് എങ്ങനെ കൂട്ടുക? സാധനം അടിക്കണം. സ്പീഡ് കൂടി. ഇതൊക്കെ സ്പീഡ് കൂടി. സാധനം അടിക്കണം. എവിടെ തട്ടിയെ ഓടിച്ചു എല്ലാം പറ്റും. എല്ലാം പതുക്കെ പോകും. ആ ചണ്ടിമതി കാട്ടിട്ട് കുറച്ചുകൂടെ ഇപ്പഴത്തെ കൂടെ അങ്ങനെ ചണ്ടി കട്ടിയണോ? ആ റിക്കോർഡ് ചണ്ടി കട്ടി ഫുൾ കട്ടിങ് ആണ്. അത് കട്ടാവണില്ല. അവിടുന്ന് പോട്ട് വന്നു. അപ്പൊ ഇങ്ങോട്ട് വിളിക്കും. അവിടുന്ന് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് ഓടിക്കേ. പോകത്തില്ല. ഇല്ല അത് കുറച്ച് പണിയുണ്ട്. ഞാൻ പഠിച്ചു. വെള്ളയിലേക്ക് പോകേണ്ടത് നമുക്ക് ഞാൻ പോട്ട് പോകുന്നുണ്ട്. ആകെ കിട്ടുന്നുണ്ടോ? അപ്പോ ഇതിന്റെ എല്ലാ വ്യൂവേഴ്സിനോടും പറയാനുള്ളത്, നിങ്ങൾ ആലപ്പുഴ വരുമ്പോ ബോട്ട് ഇതുപോലെ ഓടിക്കണം. ഇതിന് ഗീറും ക്ലച്ചൊക്കെ ഉണ്ട്. വെറുതെ ഗീർ മാത്രം. ഒന്ന് ഇങ്ങോട്ട് പിടിക്കുമ്പോ ഒന്ന് അങ്ങോട്ട്. അതൊന്ന് റിവേഴ്സും ഒന്ന് ഫ്രണ്ടും. 2 ഗിയറേ രണ്ട് ഗിയറാണ്. ഇനി ഫോർവേഡ് ആക്സിലേറ്റർ വിളിക്കും. അത് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് മുന്നോട്ട് പോവാ. മനസ്സിലായോ? നിങ്ങള് ആക്സിലേറ്റർ വിളിക്കും. ഇത് കുട്ടികളിയല്ല. കണ്ട ഇപ്പൊ പോണുണ്ടായി ഇത്ര സ്പീഡിൽ പിടിക്കണം. കണ്ടാ ഇതിങ്ങനെ പിടിച്ചില്ലെങ്കിൽ നേരെ പോയി അവിടെ ആ കുളിക്കടവിലേക്ക് അവിടെ കുളിക്കടവല്ലത്, ബോട്ട് നിർത്താനുള്ളതാണ്. എനിക്ക് തോന്നുന്നു തിരിക്കൽ എളുപ്പമാണ്. ഇത് നല്ല ജിമ്മിന് പോണം. നല്ല ജിമ്മിന് പോലെ തിരി അടക്കുള്ളൂ. എന്താ നല്ല ജിമ്മിന് പോലെ തിരി അടക്കുള്ളൂ. ഈ ഇതൊന്നും ഇതിനൊന്നും തട്ടാതെ കട്ട് ചെയ്ത് കൊണ്ടുവരണം. അതൊക്കെ കഴിവാണ് മക്കളെ. ലൈസൻസ് എന്താ എടുക്കണേ? ലൈസൻസ് കഴിക്കണം. ലൈസൻസ് 30 തരാണ്ടുണ്ട്. ഇത് അതുവരെ കൊണ്ടുപോയി മുട്ടിച്ചു കൊടുത്താൽ ലൈസൻസ് തരാനാണ്. അതുവരെ എവിടെ തട്ടാതെ കൊണ്ടുപോയാൽ. ഇതൊക്കെ വീടുകളാ. ഇതിനൊക്കെ വെള്ളം കയറുള്ളൂ. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യാ? മാറി താമസിക്കുവോ? നല്ല ഒരു മഴയൊക്കെ പോയത് വെള്ളം കയറും. ഇപ്പൊ ഞങ്ങളൊക്കെ നാട്ടില് ഞങ്ങളുടെ വീടുകളിലൊക്കെ വാഹനങ്ങളുള്ള പോലെ ഇവർക്കൊക്കെ ചെറിയ തോണികളുണ്ട്. ബൈക്ക് പോലെ ഈ തോണിയായിട്ടാണ് ഇവർ അക്കരെ വന്നിട്ട് സാധനം മേടിക്കാനും പിടിക്കാനൊക്കെ പോവുക. അത് വേറെ ഒരു ലൈഫ്, വേറെ ലൈഫാണ്. പമ്പ് ചെയ്ത് ഇങ്ങോട്ട് കളയാ വെള്ളം.
ഈ കായൽ ആ കായലിൽ. ആ ഇതങ്ങനല്ല, ഇങ്ങോട്ട് കളയും. അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി. ആ, ഇത് ചെയ്യാം. എങ്ങനെ പമ്പ് ചെയ്ത് കളയും, പമ്പ് ചെയ്ത് കളയും, മോട്ടർ അടിച്ചിട്ട് മോട്ടർ അടിച്ചിട്ട് വെള്ളത്തിൽ ഇത് കായൽക്കാക്കും. 100 ഹോസ്പവറിന്റെ 150 ഹോസ്പവറിന്റെ മോട്ടറുണ്ട്, അത് വെച്ച് ഇങ്ങോട്ട് അടിക്കും. ആ വീടൊക്കെ കണ്ടില്ലേ, ഇതാക്കി ബീം വാർത്തിട്ട് ഇതാക്കിയാണ്. ഇത് അടിയിൽ ഫില്ലറാണ്, മേൽക്കാണ് ആ, ഇപ്പൊ പുതിയ വീടൊക്കെ അങ്ങനെ പിള്ളേരെ ഇങ്ങനെ കൊണ്ടുപോകും. വെള്ളം വന്നാലും അടിയിൽ വെള്ളം, മുകളിൽ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഒക്കെ വെറൈറ്റി ആക്കി പുതിയ വീടെല്ലാം അങ്ങനെ ആക്കും. ഫില്ലർ അതിന് കൊടുക്കും. എത്രത്തോളം വെള്ളം കയറിയെന്നോ? ഉണക്കിടാം. ആ, ഈ വെക്കുന്ന പുതിയതായിട്ട് വെക്കുന്നവരൊക്കെ അങ്ങനെ. ഈ ലൈനൊക്കെ വെള്ളത്തിലായി, ഈ ലേഖം വേണം, അതൊക്കെ വെള്ളത്തിലായി. പിന്നങ്ങനെ ലൈൻ ഇവിടുന്ന് ഈ ആംഗിൾ പറയാം, അങ്ങോട്ട് പോരുന്നു. ആ കുഴപ്പമില്ല. ആ ബോട്ട് പോയാൽ ആ ഒരു ഓളം ഉണ്ടാവും. പോരടാ നമ്മളിവിടെ ചേടാക്കാൻ എവിടെ പോകേണ്ടത്? എടാ പോരടാ. ആ സാവത്തുക്കുട്ടി ഒരു മിനിറ്റ്. പിന്നെ ഇത് വേറെ പാവയ്ക്കേ, അത് തേങ്ങ പയറും തേങ്ങ, പയറും ഫ്ലവറും കൂടി ഇട്ട ഒരു ഉപ്പേരി. ഇത് കേബേജും ക്യാരറ്റും ഇട്ട ഒരു ഉപ്പേരി. ഇത് നമ്മളെ സാമ്പാർ, നാടൻ സാമ്പാർ, അച്ചാറ്, ഉപ്പ്, തൈര്, നല്ല കരിമീൻ പൊള്ളിച്ചത്, നമ്മുടെ പപ്പടം, ചോറ് വരുന്നുള്ളൂ.